എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അതെ, എല്ലാവർക്കും മനസ്സുണ്ടല്ലേ? ഈ ഉള്ള മനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയാൻ പറ്റാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ സർവ്വ പരാജയങ്ങൾക്കും കാരണം. അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പറ്റാതെ വരുന്നതും സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യാൻ മെരുക്കാൻ അറിയാത്തതുകൊണ്ട്. നമുക്കറിയാമോ, ആനയെ നയിക്കുന്ന ആനപ്പാപ്പൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ്, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയെ മെരുക്കിക്കൊണ്ട് നടക്കുന്ന ആനപ്പാപ്പാന് സ്വന്തം മനസ്സിനെ മെരുക്കാൻ അറിയില്ല. മനസ്സിന്റെ നിയന്ത്രണം അയാളിലില്ല. ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഔന്നത്യത്തിൽ എത്തിയിട്ടുള്ളവരുണ്ട്, പല പൊസിഷനിൽ അലങ്കരിക്കുന്നവരുണ്ട്. പക്ഷെ സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവിടെ എത്തിയിട്ടും കൂപ്പുകുത്തി പോകുന്നു, ആത്മഹത്യാപരമായി ജീവിക്കേണ്ടി വരുന്നു, ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വരുന്നു. എന്താ കാരണം? സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയില്ല. അത് ഇന്ന് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചറിവും അല്ലെങ്കിൽ ഒരു പ്രാക്ടീസും എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ വരുതിയിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതറിയാതെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഓർക്കുക, മനുഷ്യനെന്നും വിദ്യാർത്ഥികളാണ്, ഏത് പ്രായത്തിലും. രണ്ട് പഠനമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഒന്ന്, ജീവിക്കാൻ വേണ്ടി പഠിക്കണം. ജീവിക്കാൻ വേണ്ടി പഠിച്ചാൽ നമുക്ക് ഡോക്ടറോ എഞ്ചിനീയറും കളക്ടറോ അല്ലെങ്കിൽ IAS IPS ഒക്കെ ആകാം. പക്ഷേ ജീവിതത്തെ പറ്റി പഠിച്ചില്ലെങ്കിൽ, സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഓരോ കുടുംബത്തിലും ഇന്ന് 2, 3, 4, 5 ആൾക്കാരുണ്ടെങ്കിൽ 5 പേരും 5 ലോകത്തിൽ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ നരകത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം പരമപ്രധാനമായിട്ട് ഒട്ടും സമയം കളയാതെ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാനേജ് ചെയ്യാൻ അത് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ജീവിതം ധന്യമാകും എന്നുള്ളതാണ്. ഒരു 100 പേജുള്ള ബുക്കുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 25 പേജുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ആ 25 എഴുതി കഴിഞ്ഞ പേജുകൾ മുഴുവൻ നമുക്ക് ദുസ്സഹമാണ്, ഓർക്കുമ്പോൾ സങ്കടമാണ്, പ്രയാസമാണ്, നിരാശയാണ്. ഇനിയും എത്താൻ സാധിച്ചിട്ടെങ്കിൽ ഇനിയും ബാക്കി 75 പേജുകൾ മുൻപോട്ട് എഴുതാത്തതുണ്ട്. അവിടെ എന്ത് എഴുതി ചേർക്കണം, എങ്ങനെയായിരിക്കണം, അത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇതിനാണ് നമ്മൾ മൈൻഡ് മാനേജ്മെന്റ് പഠിക്കുന്നത്. ഇതിൽ അറിയാനുള്ളത്, മനുഷ്യന് മാത്രം കിട്ടിയ സവിശേഷമായ ഒരു പ്രത്യേകതയാണ് അവന്റെ മസ്തിഷ്കത്തിന്റെ ഘടന എന്ന് പറയുന്നത്. തലച്ചോറ്, സൂപ്പർ കമ്പ്യൂട്ടർ ബ്രെയിൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ശാസ്ത്രലോകം ഇന്ന് വരെ അതിന്റെ അപാരതകൾ കണ്ടെത്തിയിട്ടില്ല. അതങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടി. നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് എന്തെന്ന് അറിയാനും നിങ്ങൾക്ക് സാധിക്കും. അവിടെ പ്രായമോ പരിധിയോ ഒന്നും, എഡ്യൂക്കേഷനോ ഒന്നും ഒരു പ്രശ്നമല്ല. സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തിക്കുന്ന ബോധ മനസ്സിന്റെ പ്രിൻസിപ്പിൾ അറിയണം, ചിന്തകളുടെ ക്ലാസിഫിക്കേഷൻ അറിയണം. ഈ ചിന്തകളാണല്ലോ നല്ലതിലേക്ക് എത്തിക്കുന്നു, നാശത്തിലേക്ക് എത്തിക്കുന്നു. ഈ ചിന്തകളെ മാനേജ് ചെയ്യാൻ, റിമോട്ട് പോലെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്നും ആവശ്യമുള്ള സ്ഥലത്തേക്ക് റൂട്ട് തിരിച്ച് വിടാനുള്ള ടെക്നിക്ക് പഠിക്കണം. ദാറ്റ് ഈസ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രിൻസിപ്പിൾ അറിയണം. ഒപ്പം ഓർക്കണം, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, എന്ത് പ്രവർത്തിക്കുന്നോ, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇമോഷൻസ് കൊണ്ട് നടക്കുന്നു, അതെല്ലാം സംഭരിച്ചു വെക്കുന്ന വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു മണ്ണുണ്ട് നമ്മുടെ ഉള്ളിൽ. ദാറ്റ് ഈസ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിന്റെ പ്രിൻസിപ്പിൾ അറിയണം. അതിലേക്ക് എന്തിട്ടാലും ആർത്ത് വളരും എന്നുള്ളതാണ്. അത് മുൾച്ചെടിയാണെങ്കിൽ മുൾച്ചെടി ആർത്ത് വളരുന്നു, കരിമ്പാണ് നാട്ടിൽ കരിമ്പ് ആർത്ത് വളരും. അപ്പൊ എന്താണ് അവിടേക്ക് ഇടേണ്ടത്, എങ്ങനെ ഇടണം, എപ്പോഴിടണം. ഒരു കൃഷിയിടത്തിലേക്ക് വിത്ത് പാകുമ്പോൾ ആദ്യം നല്ല വിത്ത് തിരഞ്ഞെടുക്കണം. ആ വിത്ത് എപ്പോഴാണ് ഇടേണ്ടത്, കാലവും സമയവും നോക്കി ഇടുമ്പോഴല്ലേ അത് മുളയ്ക്കുള്ളൂ. അതിനുള്ള ടെക്നിക്ക് അതെങ്ങനെയാണ്, ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് കളകൾ പിടിച്ച് കിടക്കുകയാണ്. അവിടെ ഒരുപാട് ചവറുകളുണ്ട്, ഗാർബേജുകൾ കുമിഞ്ഞു കൂടിയിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളൊന്നും അവിടേക്ക് ഇടാൻ പറ്റില്ല. ഇട്ടാൽ തന്നെ മുളകില്ല. അതിനോ അവിടെയുള്ള ചപ്പിയവറൊക്കെ എടുത്ത് കളയണം. ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞ ശേഷം നല്ല വിത്ത് തെരഞ്ഞെടുത്ത് ഉള്ളിലിട്ട് കൊടുക്കുക. അതായത് ഗോൾ, നല്ല ലക്ഷ്യങ്ങൾ. മനുഷ്യനും ഇന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും എന്താണ്, മനുഷ്യന്റെ മനസ്സിൽ കണ്ട ആ ആശയമല്ലേ പുറത്ത് വിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂന്തോട്ടമാക്കണോ കുപ്പത്തൊട്ടിയാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ പറ്റി അറിയാം. മറ്റൊന്ന്, എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു സർവ്വസമ്പത്തും സന്തോഷവും സമാധാനവും ഇതൊക്കെയാണല്ലോ ആഗ്രഹിക്കുന്നത്, ഇത് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന, ആകർഷിക്കുന്നത് എങ്ങനെയാണ്, അതിനെ പറയുന്ന ആകർഷണ നിയമം. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ബയോ മാഗ്നറ്റ് ആണ്. എന്ത് നമ്മൾ കൊടുത്താലും അതിനനുസരിച്ച് അത് സ്വീകരിക്കുകയും
പുറമേ നമ്മളിലേക്ക് അത് ആകർഷിച്ചെത്തിക്കാനുള്ള സൂപ്പർ പവറാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നത്. ഇന്ന് ഈ ലോകത്തെ മുഴുവൻ ഭസ്മീകരിക്കാൻ പോകുന്ന ഉഗ്രശക്തിയുള്ള സ്ഫോടനാത്മകമായ പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ഒരു പവർഫുൾ എക്യുപ്മെന്റ് നമ്മുടെ ഉള്ളിലേക്കാണ്. ദാറ്റ് ഈസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് പല രൂപത്തിലുള്ള സ്റ്റഡികൾ നടക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഇത് പരിവർത്തനം വരുത്താൻ പറ്റുന്നില്ല? അതിന്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. ഇതിനെപ്പറ്റി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുമെല്ലാം നമ്മൾ പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം വർക്ക് ചെയ്യാതിരിക്കുന്നത്? അതിന് ബാരിയർ ആയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ പല പല അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരുപാട് നാൾ മൈൻഡ് പവർ ട്രെയിനിങ്ങുകളും മോട്ടിവേഷൻ ട്രെയിനിങ്ങുകളും ഒക്കെ അറിഞ്ഞാലും ജീവിതത്തിൽ എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? ആ ബ്ലോക്ക് നിങ്ങളെ കട്ട് ചെയ്യുന്ന ചില പ്രതിസന്ധികളെ തരണം ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മടി എന്ന് പറയുന്നത്. പലർക്കും കാര്യങ്ങളൊക്കെ അറിയാം, ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങളെ ഒരു സ്വാഭാവികമായിട്ടും പുതിയൊരു ക്യാരക്ടറായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നടപ്പിലാകുകയുള്ളൂ. അതിനായിട്ടുള്ള സിസ്റ്റമാറ്റിക്കുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ്, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ട്രെയിനിങ് ആണ്. ലോകത്തിലുള്ള എവിടെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്തി ഇത് ചെയ്യുക. ഞാൻ തന്നെ എന്റെ കഴിഞ്ഞ 10-35 വർഷക്കാലമായിട്ടുള്ള ഈ മൈൻഡ് മാനേജ്മെന്റ് എക്സ്പീരിയൻസിലൂടെ നേരിട്ട് തരുന്ന ഓഫ്ലൈൻ സെക്ഷനാണ്. എറണാകുളത്തുണ്ട്, അത് ട്രിവാൻഡ്രത്തുണ്ട്. എല്ലാ മാസവും 2 ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ മുൻകൂട്ടി വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. പലരും നമ്മുടെ ഇതിനകത്ത് ഫീഡ്ബാക്കിനകത്തൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. ജീവിതം പണ്ടേ തുടങ്ങി. ജീവിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതിനകത്തുള്ള ഗാർബേജുകളെയൊക്കെ എടുത്തു കളയാനുള്ള ടെക്നിക്ക് പഠിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കൊടുക്കുന്ന വിഷനാണ്. അത് എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, സമയം സന്ദർഭം നമുക്ക് കൊടുക്കാനും ഒപ്പം അതിനെ കട്ട് ചെയ്യുന്ന ബ്ലോക്ക് ആക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എത്ര പ്രയത്നിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ കാര്യങ്ങൾ സാധിക്കാനും ഗ്രഹപ്പിളവ് ഒഴിയാനൊക്കെ ആയിട്ട് പല മാർഗങ്ങൾ തേടി പോകാറുണ്ട്. അത് ഭക്തിപരമായ മാർഗങ്ങൾക്ക് പോകാറുണ്ട്, ചില വിശ്വാസങ്ങളിലൂടെ പോകാറുണ്ട്, കൺസൾട്ടേഷൻ പോകാറുണ്ട്. പക്ഷെ എവിടെ പോയെന്ന് പറഞ്ഞാലും ശരീരത്തിന്റെ ഒരു കേസ് മറ്റൊരു വിദഗ്ധന് നമുക്ക് സഹായം ചെയ്യാൻ സാധിക്കുമായിരിക്കാം, നമുക്ക് പരിഹാരം നൽകാൻ സാധിക്കുമായിരിക്കാം ശരീരത്തിന്റെ കേസ് ഒരു ഡോക്ടർക്ക്. പക്ഷെ മനസ്സിനെ സംബന്ധിച്ച് മറ്റാർക്കും അകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമേ ആ ഓപ്പറേഷൻ നടത്താൻ സാധ്യമാകുള്ളൂ. ഇനി അതല്ല മറ്റേതെങ്കിലും വിധത്തിൽ കുറുക്ക് വഴിയിലൂടെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഡ്ഢിതരമാണ്. നിങ്ങളെ പല വഴിക്കിട്ട് കറക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സെൽഫായിട്ട് തന്നെ അവനവന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ അവനവൻ തിരിച്ചറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് ശാശ്വതമായ പരിഹാരം. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു പഠനത്തെ, ഈ ഒരു വിഷയത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടത്. അത് എവിടെയായാലും നമുക്കറിയാമല്ലോ, നമുക്ക് ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലങ്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എത്ര ദൂരെയും വിദേശത്താണെന്ന് പറഞ്ഞാലും നമ്മൾ സമയവും പൈസയും ഒക്കെ ചിലവാക്കി പോകാറുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ മെനക്കെടുന്നില്ല. ഇവിടെയാണ് പലരുടെയും പരാജയം. അതിനാൽ ഇതൊരു ഗ്യാരണ്ടീഡ് പ്രോഗ്രാമാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും നാൾ ഞാൻ അലഞ്ഞത് ഇതിനു വേണ്ടി ആയിരുന്നല്ലോ. ഇത് പലരും പറയുന്നതാണ് കേട്ടോ, പലരും ഇത് കഴിഞ്ഞിട്ടുള്ളവർ പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ പ്രോഗ്രാം എന്നാ മുൻകൂട്ടി ചോദിച്ചറിഞ്ഞ് അത് എവിടെയാണെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതിനായി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയമോ സമ്പത്തോ ഒന്നും പ്രശ്നമല്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഫീസും മറ്റുള്ള കാര്യങ്ങൾ ഇതങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒന്നുമില്ലേ എന്ന് പറഞ്ഞാൽ വളരെ നോമിനൽ ഫീസ് മാത്രം ചാർജ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ഇളവുകളും ഉണ്ടാവും. കാരണം ഇത് മനുഷ്യ മനസ്സിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു ക്യാൻസർ പോലെയാണ്. സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയാത്ത അവസ്ഥ. ഏത് രോഗങ്ങളും സൃഷ്ടിക്കുന്നതും ഈ മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മൈൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം 2 days പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. 2 ദിവസങ്ങളായിട്ട് ഫുൾ ഡേ ആയിട്ട് നേരിട്ട് വന്ന് തന്നെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. അത് ആപാലവൃത്തം ജനങ്ങൾക്കും ആവശ്യമാണ്. കുടുംബസമേതം വന്ന് അറ്റൻഡ് ചെയ്യേണ്ട കേസാണ്. ചിന്തയ്ക്ക് വിടുകയാണ്. കൂടുതൽ എൻക്വയറികളിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.